ഞാനൊരു പ്രാർത്ഥന നിങ്ങളെ പഠിപ്പിക്കാം. ഒരു മനോഹരമായ പ്രാർത്ഥനയാണ്. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 10-ാമത്തെ തിരുവചനാണ്. യാബസിന്റെ പ്രാർത്ഥനയാണ്. അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരു പ്രാർത്ഥന പഠിപ്പിക്കാൻ പോകുന്നത് എൻ്റെ പ്രാർത്ഥനയല്ല പഠിപ്പിക്കുന്നത്, യാബസിന്റെ പ്രാർത്ഥന. എന്തിനാന്ന് വെച്ചാൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാണ്. ഒരു മനോഹരമായ പ്രാർത്ഥനയാണ് യാബസ് നമ്മൾ പഠിപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥന. ഇവിടെ പറയാണ്, അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവത്തോട് ഈ ദിവസങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒരുമിച്ച് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയങ്ങളാണ്. അപ്പോൾ യാബസ് എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, അതാണ് നമ്മുടെ വിഷയം. യാബസ് ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എങ്ങനെയാ? ദൈവമേ, അങ്ങനെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോടുകൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അവസാനം കൂട്ടിച്ചേർക്കുകയാണ്, ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടു. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രാർത്ഥനയാണ് യാബസ് പ്രാർത്ഥിക്കുന്നത്. ഇവിടെ യാബസ് വളരെ സോഫ്റ്റ് ആയിട്ട്, വളരെ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി ദൈവത്തോട് പ്രാർത്ഥിച്ചത് എങ്ങനെയാണ്? കർത്താവേ, അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകളെ വിസ്തൃതമാക്കണം. അതേപോലെ കർത്താവെ, അങ്ങനെ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ പല മേഖലകളിൽ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കണ്ട എന്നല്ല പറയുന്നത്, പല മേഖലകളിലും അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയിൽ അല്പം കൂടി ചേഞ്ച് വരുത്തണം. കർത്താവെ, നീ എന്നെ അനുഗ്രഹിക്കണമേ എന്നതിനപ്പുറമായിട്ട് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അബ്രാഹത്തോട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. എന്നതാ? ജനസിസ് ചാപ്റ്റർ 12:1 അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിനോട് അഡീഷണൽ ആയിട്ട് ചേർത്ത് വെക്കേണ്ട 1-2 കാര്യങ്ങളാണ്. 2 മുതലുള്ള വചനങ്ങൾ. ജനസിസ് ചാപ്റ്റർ 12:2 ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും, അങ്ങനെ നീയൊരു അനുഗ്രഹമായിരിക്കും. ഹല്ലേലൂയ. എന്താ പറയാണ്? ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. അബ്രാഹത്തിന് മക്കളില്ലാത്ത സമയത്താണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ചിലതൊക്കെ മുന്നിൽ കണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ മുന്നിൽ കണ്ട് പ്രാർത്ഥിക്കണം. അപ്പൊ അബ്രാഹത്തോട് കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, എന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്റെ പേര് മഹത്തമമാക്കും, അങ്ങനെ നീ ഒരു അനുഗ്രഹമായിട്ട് മാറും. അപ്പോ നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ നീ എന്നെ അനുഗ്രഹിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്, ദൈവമേ നീ എന്നെ അനുഗ്രഹമാക്കി മാറ്റണമേ. തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞാൽ ഏതെല്ലാം മേഖലകളിലാണ്? ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. കർത്താവേ നീ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറയുമ്പോൾ, കർത്താവ് എനിക്ക് ജോലി തന്ന് അനുഗ്രഹിക്കണമേ, മക്കളെ തന്ന് അനുഗ്രഹിക്കണമേ, എൻ്റെ വിവാഹം നടത്തി അനുഗ്രഹിക്കണമേ, വിസ തടസ്സം മാറ്റി എന്നെ അനുഗ്രഹിക്കണമേ. ഇതൊക്കെയാണ് നമ്മുടെ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറയുമ്പോൾ. പക്ഷെ പറയാണ്, അബ്രാഹത്തോട് കർത്താവ് പറഞ്ഞു, നീ ഒരു അനുഗ്രഹമായിട്ട് മാറും. അപ്പൊ അടുത്ത വാക്യം നമ്മൾ വായിക്കുമ്പോൾ കാണാൻ പറ്റും, നീ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നീ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. അപ്പൊ അത് തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഞാൻ തന്നെ ഐ ആം ഗോയിങ് ടു ബി എ ബ്ലെസ്സിങ്, ഞാനൊരു ബ്ലെസ്സിങ് ആകാൻ പോകും, ഞാനൊരു അനുഗ്രഹമായിട്ട് മാറാൻ പോവാം. ഞാനിവിടുന്ന് എന്തെങ്കിലും അനുഗ്രഹം മേടിച്ചുകൊണ്ട് പോകുന്നല്ല, ഞാനൊരു അനുഗ്രഹമായിട്ടാണ് ഈ ആലയത്തിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നത്. അപ്പോ ഞാൻ അനുഗ്രഹിക്കുന്നവർ കൂടി അനുഗ്രഹിക്കപ്പെടും. എന്നിലൂടെ അനേകർ അനുഗ്രഹിക്കപ്പെടാൻ ഞാൻ ഒരു അനുഗ്രഹമായി മാറേണ്ടതുണ്ട്. യാബസിന്റെ പ്രാർത്ഥന ഇതാണ്, എൻ്റെ അതിരുകളെ നീ വിസ്തൃതമാക്കണമേ. ഇപ്പൊ നമ്മളിപ്പോ വളരെ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവെ എനിക്ക് ഇപ്പൊ ഞാനിപ്പോ ആരോടെങ്കിലും ചോദിക്കുകയാണ്, നിന്റെ പ്രാർത്ഥന നിനക്ക് എന്തിനു വേണ്ടിയാ, ഏത് മേഖലയിൽ അനുഗ്രഹിക്കപ്പെടാനാ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക മേഖലയുണ്ട് നമുക്ക് പറയാനായിട്ട്. അച്ഛാ എനിക്ക് ഇന്ന വിഷയങ്ങളുണ്ട്, എനിക്ക് ഇന്ന മേഖലയിൽ വിശുദ്ധീകരിക്കപ്പെടണം, ഇന്ന മേഖലയിൽ വിടുതൽ കിട്ടണം, ഇന്ന മേഖലയിൽ സൗഖ്യം കിട്ടണം, ഇന്ന പ്രശ്നം മാറണം, ഇന്ന പ്രതിസന്ധി മാറണം. അപ്പൊ നമ്മൾക്ക് അനുഗ്രഹം കിട്ടേണ്ട മേഖലകളെ നമ്മളിങ്ങനെ അതിരിട്ടേക്കുക, മാർക്കറ്റ് ചെയ്തൊക്കെ ഇത്രയും ഓക്കെ, ഈ മേഖല എനിക്ക് അനുഗ്രഹിക്കപ്പെടണം. ഇവിടെ യാബസ് പ്രാർത്ഥിച്ചു, കർത്താവേ എൻ്റെ അതിരുകളെ നീ വിസ്തൃതമാക്കണമേ. അതിനാണ്
എനിക്ക് ഏതെങ്കിലും അനുഗ്രഹം കിട്ടണമെന്നല്ല, ഞാൻ തന്നെ ഒരു അനുഗ്രഹമായിട്ട് മാറണം. ഹല്ലേലൂയ. അപ്പോ സംഭവിക്കുന്ന തന്നെ, ഞാൻ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഞാൻ അനുഗ്രഹമായാൽ അതിന് വ്യത്യാസം എന്താണെന്നറിയോ? എന്നിലൂടെ അനേകർ അനുഗ്രഹിക്കപ്പെടും. മറ്റേത് നമ്മളൊരു അനുഗ്രഹം മേടിച്ച് പോക്കറ്റിലിട്ട് നമ്മൾ പോയി, അത് കഴിയുമ്പോഴേക്കും ആ അനുഗ്രഹം തീർന്നു കഴിയുമ്പോൾ നമ്മൾ വീണ്ടും വരും, അടുത്ത അനുഗ്രഹം മേടിച്ച് പോക്കറ്റിലിട്ട് നമ്മൾ പോകും. ഇതൊരു തുടർ കഥയായിട്ട് മാറും. അങ്ങനെ മാറരുത്. നിങ്ങളൊരു അനുഗ്രഹമാകാൻ പോവാ. ഹല്ലേലൂയ. ഇനി നിങ്ങളിലൂടെ അനേകർ അനുഗ്രഹിക്കപ്പെടണം. ഇപ്പോ ഞങ്ങളൊക്കെ പൗരോഹിത്യത്തിൽ അഭിഷേകം ചെയ്യപ്പെട്ടവരാണ്. പൗരോഹിത്യത്തിലൂടെ ഞങ്ങൾക്ക് ഇവിടെ സിസ്റ്റേഴ്സ് ഉണ്ട്. ഞങ്ങളൊക്കെ പ്രത്യേകമായ പൗരോഹിത്യത്തിലേക്ക്, ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് അഭിഷേകം ചെയ്യപ്പെട്ടവരാണ്. ഇപ്പൊ ഞങ്ങള് ഈ ശുശ്രൂഷയിലൂടെ ചെയ്യുന്ന അനേകരെ ഈ അഭിഷേകത്തിലേക്ക് കൈപിടിച്ചുയർത്താനുള്ള വിളിയാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾക്ക് കിട്ടിയ അഭിഷേകം പെട്ടിയിൽ വെച്ച് പൂട്ടി സ്വസ്ഥമായിട്ട് ആ പെട്ടിയുടെ മീതെ തല വെച്ച് കിടന്നുറങ്ങാന്നുള്ളതല്ല ഞങ്ങളുടെ വിളി. ഞങ്ങളുടെ വിളി ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷ പൗരോഹിത്യം. നമ്മളെല്ലാവരും പൊതു പൗരോഹിത്യത്തിൽ അംഗങ്ങളായവരാണ്. മാമോദീസായിലൂടെ we have become a part of common priesthood. പൊതു പൗരോഹിത്യത്തിന്റെ അംഗങ്ങളായി തീർന്നവരാണ്. പക്ഷെ ഞങ്ങള് പ്രത്യേകമായിട്ട് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിച്ചവരാണ്. ഇനി ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിച്ചിട്ട് ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നില്ലെങ്കിലോ? ഞങ്ങൾ ഈ ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിച്ചിട്ട് ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നില്ലെങ്കിലോ? അപ്പൊ പൗരോഹിത്യം കൊണ്ട് ഒരു കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ച് അതിൽ വലിയ നമ്മൾ പറയില്ലേ, എന്തിനു വേണ്ടിയാണോ ദൈവം എന്നെ തെരഞ്ഞെടുത്തത് അത് പൂർത്തീകരിക്കപ്പെടുന്നില്ല. മോശയെ ദൈവം തെരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയിട്ടാ? മോശയെ ദൈവം എന്തിനാ തെരഞ്ഞെടുത്തേ? ഇസ്രായേൽ ജനത്തെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ച് ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു മോശയുടെ പദ്ധതി, അല്ലേ? ഈ ദൈവം മോശയെ തെരഞ്ഞെടുത്തത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് പുറപ്പാടിന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 23-ാമത്തെ വചനം, പുറപ്പാട് 2:23. അവിടെ സംഭവിച്ചാണ്, കുറെ കാലം കഴിഞ്ഞപ്പോൾ ഈജിപ്തിലെ രാജാവ് മരിച്ചു. അടിമകളായി കഴിഞ്ഞിരുന്ന ഇസ്രായേൽ മക്കൾ നെടുവീർപ്പിട്ട് നിലവിളിച്ചു. അടിമത്തത്തിൽ കടന്നുകൊണ്ട്, പുതിയ രാജാവിന്റെ അടിമത്തത്തിൽ കടന്നുകൊണ്ട് ഇസ്രായേൽ ജനം നെടുവീർപ്പിട്ട് കരഞ്ഞ് നിലവിളിച്ചു എന്ന് പറയാം. അവരുടെ നിലവിളി ദൈവസന്നിധിയിലെത്തി. ഹല്ലേലൂയ. ഈ ജനത്തിന്റെ നിലവിളി ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിയപ്പോ എന്ത് ചെയ്തു? ദൈവം ആ ജനത്തിന്റെ നടുവിൽ നിന്നും മോശ എന്ന് പറയുന്ന ഒരാളെ അങ്ങോട്ട് തെരഞ്ഞെടുക്കുക. എന്തിനാ? ഈ ജനത്തിന്റെ നിലവിളിക്ക് ഉത്തരമായിട്ട്. ഹല്ലേലൂയ. അതാണ് ശുശ്രൂഷ പൗരോഹിത്യം എന്ന് പറഞ്ഞത്. ഈ ജനത്തിന്റെ നടുവിൽ നിന്ന് തന്നെയല്ലേ, ഞങ്ങളിപ്പോ മോളിൽ നിന്ന് പൊട്ടി വീണൊന്നും അല്ലല്ലോ, അല്ലേ? നിങ്ങളെ പോലെയൊക്കെ തന്നെ മാതാപിതാക്കൾക്കുണ്ടായി സാധാരണ ജീവിതം നയിച്ചു പോയിക്കൊണ്ടതിനിടയ്ക്ക് ആ ഒരു ജനത്തിന്റെ നിലവിളി സ്വർഗം കണ്ടപ്പോൾ എന്ത് ചെയ്തു? ആ ജനത്തിന്റെ നടുവിൽ നിന്ന് ദൈവം മോശയെ തെരഞ്ഞെടുത്തു. അതാണ് ശുശ്രൂഷ പൗരോഹിത്യം ഞാൻ പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? ആ മോശയിലൂടെ വലിയൊരു ദൈവീക പദ്ധതി പൂർത്തീകരിക്കപ്പെടുകയാണ്. അത് പൂർത്തീകരിക്കപ്പെടുന്നില്ലെങ്കിലോ? മോശ വിളിച്ചു, കർത്താവ് വിളിച്ചിട്ട് പിന്നെ മോശയിലൂടെ ആ കർത്താവ് പറഞ്ഞു നീ പോണം. മോശ പറഞ്ഞു ഞാൻ വിക്കനാണ്, എനിക്കൊന്നും പറ്റില്ല, പരിപാടി എൻ്റെ കയ്യിലല്ലോ ഉള്ളേ, ഞാൻ ശരിയായിക്കോളാം. കൂടെ അഹറോനെ കൊടുത്തു. മോശയ്ക്ക് സംസാരിക്കാൻ വയ്യ, വിക്കുണ്ടായിരുന്നു. അപ്പോൾ മോശയെ വിളിച്ച് മാറ്റി തന്നു. മോശ പറഞ്ഞു അയ്യോ ഞാൻ വിക്കനാണ്, എനിക്ക് പറ്റിയല്ലെന്ന് പറഞ്ഞു. ധൈര്യമായിട്ട് വന്ന് അഹറോനെ കൊണ്ടുപോക്കോളാൻ പറഞ്ഞു. അവിടെ മോശ ധൈര്യത്തോടെ കർത്താവിന്റെ തെരഞ്ഞെടുപ്പ് വിളി സ്വീകരിച്ച് പോകുന്നില്ല. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ മൂടി പോയിച്ച് കിടന്നുറങ്ങാൻ പോവാണെന്ന് പറഞ്ഞുകൊണ്ട് മോശ പോയി മൂടി പോയിച്ച് കിടന്നുറങ്ങുമായിരുന്നെങ്കിലോ? ഇസ്രായേൽ ജനത്തിന് ഈജിപ്തിന്റെ അടിമത്തിൽ നിന്ന് വിമോചിപ്പിക്കപ്പെടില്ല, അല്ലെങ്കിൽ കർത്താവ് വേറെ ആരെങ്കിലും തെരഞ്ഞെടുക്കേണ്ടി വന്നേനെ. ഹല്ലേലൂയ. അപ്പോ ഒരു ശുശ്രൂഷ പൗരോഹിത്യത്തിൽ ദൈവത്തിന്റെ പ്രത്യേക തെരഞ്ഞെടുപ്പാണ് ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി. അപ്പൊ മോശയിലൂടെ എന്ത് ചെയ്തു? ആ ജനം അനുഗ്രഹിക്കപ്പെട്ടു. ഹല്ലേലൂയ. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഞാനൊരു അനുഗ്രഹം മേടിച്ചുകൊണ്ട് പോകാന്നുള്ളതല്ല ഈ ദിവസങ്ങളിൽ സംഭവിക്കേണ്ടത്. അതിലേക്ക് മാത്രം ഒതുങ്ങി പോകരുതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഈ ആവശ്യം പ്രാർത്ഥിച്ച കർത്താവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ അതിരുകളെ നീ വിസ്തൃതമാക്കണമേ. അനുഗ്രഹത്തിന്റെ അതിരുകളെ വിസ്തൃതമാക്കുമ്പോൾ, അതിൻ്റെ ഏറ്റവും ഉന്നതിയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ അതിരുകൾ വിസ്തൃതമാക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, കർത്താവേ നീ എന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ. ഇപ്പൊ എന്ത് ചെയ്യും?
ഞാൻ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എന്നിലൂടെ അനേകര് ദൈവാനുഗ്രഹത്തിലേക്ക് വരും. എന്നിലൂടെ അനേകര് അനുഗ്രഹിക്കപ്പെടും. എന്നിലൂടെ എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. എന്നിലൂടെ എൻ്റെ ജീവിത പങ്കാളി അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. എന്നിലൂടെ എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. എന്നിലൂടെ എൻ്റെ ദേശം അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ അതിരുകളെ വിസ്തൃതമാക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, യാബസിന്റെ പ്രാർത്ഥന വളരെ സിമ്പിളാണ്, പക്ഷേ അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള പ്രാർത്ഥനയാണ് യാബസ് പ്രാർത്ഥിച്ചത്. കർത്താവേ, നീ എന്നെ അനുഗ്രഹിക്കണമേ, അല്ലെ, എന്നെ അനുഗ്രഹിക്കണമേ എന്നിട്ട് പറഞ്ഞു, എൻ്റെ അതിരുകളെ വിസ്തൃതമാക്കണം. അനുഗ്രഹത്തിൻ്റെ അതിരുകളെ വിസ്തൃതമാക്കിയാൽ തന്നെ നമുക്കറിയാം, ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ വിശുദ്ധ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഇതിനകത്തുണ്ടാകും. അങ്ങനെ ആഗ്രഹിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുണ്ടാകും. അതിൻ്റെ അതിരുകളെ വിസ്തൃതമാക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയാവോ? ഞാൻ വിശുദ്ധീകരിക്കപ്പെടുമെന്ന് മാത്രമല്ല, എന്നിലൂടെ അനേകര് വിശുദ്ധ ജീവിതത്തിലേക്ക് വരും. ഹല്ലേലൂയ. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ ഏതാനും പേരുള്ളെങ്കിൽ പോലും ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നതന്നെ, കർത്താവേ, ഞങ്ങളിലൂടെ, നമ്മളിലൂടെ അതിരുകളെ വിസ്തൃതമാക്കണമേ. നമ്മൾ ഇത്ര പേര്, 12 പേരോട് കൂടിയാണ് കർത്താവ് തൻ്റെ ദൗത്യം ആരംഭിച്ചത്. 12 പേര്, 12 അപ്പസ്തോലന്മാരാണ്. ഇന്ന് 120 കോടി ജനതയുണ്ട് ക്രിസ്ത്യാനികളായിട്ട്. വെറും 12 അപ്പസ്തോലന്മാർ. ആ 12 അപ്പസ്തോലന്മാർക്ക് ഈ ഒരു അഭിഷേകം കിട്ടിയപ്പോൾ അവരിലൂടെ ദൈവസ്നേഹത്തിന്റെ അതിരുകൾ, ദൈവസാന്നിധ്യത്തിന്റെ, അഭിഷേകത്തിന്റെ അതിരുകൾ, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന ആ അതിരുകൾ അങ്ങോട്ട് വിസ്തൃതമായി ഇവിടെയും വരെ എത്തി. ഹല്ലേലൂയ. ശ്രമത്ത് പറഞ്ഞ ഹല്ലേലൂയ. ഈ ദിവസങ്ങളിലൊക്കെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്ന, എവിടെയൊക്കെ ശുശ്രൂഷയ്ക്ക് പോയാലും എൻ്റെ പേഴ്സണൽ ഒരു ആഗ്രഹമാണ്, കർത്താവേ, വരുന്ന ആളുകളിൽ ഇവിടെയൊക്കെ ഇങ്ങനെ കയറി നിന്ന് ശുശ്രൂഷ ചെയ്യാൻ തക്ക വിധത്തിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ ജനത്തിൻ്റെ ശുശ്രൂഷയുടെ അതിരുകളെ നീ വിസ്തൃതമാക്കണമേ. ആമേൻ പറ. അച്ഛൻ ചെയ്തോ? അച്ഛൻ്റെ പണിയല്ലേ, അച്ഛൻ ചെയ്തോ അല്ലേ? ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ മരിക്കുന്നവരെ ഞങ്ങളിവിടെ വന്നിരുന്ന് ധ്യാനം കൂടിക്കോളാം. അച്ഛൻ ഇവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, ഞങ്ങൾ ഇവിടെ ഇരുന്ന് ധ്യാനം കൂടും. അതല്ല, അങ്ങനെ കാണരുത്. നിങ്ങൾ ലോകത്തിൻ്റെ ഏതെല്ലാം കോണുകളിൽ ദൈവം അയക്കും. നിങ്ങൾ ലോകത്തിൽ ആരെയെല്ലാം കണ്ടുമുട്ടും. ജീവിതത്തിൻ്റെ ഏതെല്ലാം ഇടങ്ങളിൽ നിങ്ങൾ പോകും. അല്ലേ, എനിക്കെത്തിപ്പെടാൻ പറ്റാത്ത, അല്ലെങ്കിൽ കാരിസ്മലി വൈദികർ ചെന്നെത്തിയിട്ടില്ലാത്ത ഏതെല്ലാം ഇടങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ഭാവിയിൽ, വിദൂര ഭാവിയിൽ കടന്നു പോകേണ്ടതാണ്. നിങ്ങളുടെ തന്നെ പലരുടെയും കുടുംബങ്ങളിലേക്ക് ഞങ്ങൾ ജീവിതത്തിൽ വന്നെന്ന് വരികയില്ല, അല്ലേ? ഒരുപക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ആയുസ്സിൽ പോലും നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഞങ്ങൾ ഇറങ്ങി വന്നെന്നും വിചാരിക്കേണ്ട, സംഭവിച്ചെന്ന് വരില്ല. നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങി ചെല്ലുന്നു. നിങ്ങൾ ശുശ്രൂഷ ചെയ്യുന്ന, ജോലി ചെയ്യുന്ന ഇടങ്ങൾ, ഇനി ഇവിടെ നിന്ന് വേറെ എവിടെയെങ്കിലും നാട്ടിലേക്ക്, രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് അവിടെ സെറ്റിൽ ആകുവാണെങ്കിൽ അങ്ങോട്ട് നിങ്ങൾ നോക്കിക്കേ. മക്കളെ, ഹൃദയം കൊണ്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം, എൻ്റെ ശുശ്രൂഷാ മേഖലയെയും ദൈവസ്നേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ മേഖലകളിൽ നിന്നുകൊണ്ട് ഈ അതിരുകളെ കൂടി വിസ്തൃതമാക്കി തരണമെന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും അത് പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ, എൻ്റെ ശുശ്രൂഷാ മേഖലകളെ നീ ഇങ്ങനെ അതിർത്തികൾ വിസ്തൃതമാക്കണമെന്ന് ഒരു പ്രാർത്ഥന ഉള്ളിലുണ്ടായിരുന്നു. അത് ഈ യാബസിന്റെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. എവിടെ വെച്ച് ഇങ്ങനെ വായിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷമായിട്ട് തോന്നി യാബസിന്റെ പ്രാർത്ഥന. എങ്ങനെയാണ് ദൈവം നമ്മുടെ അതിരുകളെ വിസ്തൃതമാക്കണമെന്ന് അറിയില്ല, പക്ഷേ നമുക്ക് പ്രാർത്ഥിക്കാം, എന്ത് ദൈവമേ, എൻ്റെ അതിരുകളെ നീ വിസ്തൃതമാക്കണം. ഇപ്പൊ നമ്മുടെ സ്നേഹത്തിന്റെ അതിര് എന്തോരം ഉണ്ടെന്നറിയാം. അപ്പനെ സ്നേഹിക്കും, അമ്മയെ സ്നേഹിക്കും, കൂടപ്പുറപ്പിനെ സ്നേഹിക്കും. അതിനപ്പുറത്തേക്ക് ചിലപ്പോൾ നമ്മുടെ സ്നേഹത്തിന്റെ അതിരുകളില്ല. ഇത്രേ ഉള്ളൂ. തൊട്ടപ്പുറത്തുള്ള അയൽവാസികളുണ്ട്, ഇടവകജനമുണ്ട്, ഒത്തിരി പേരുണ്ട്. പക്ഷെ ചിലപ്പോൾ നമ്മുടെ സ്നേഹത്തിന്റെ അതിരുകളൊക്കെ വളരെ പരിമിതമായിരിക്കും. ആ അതിർവരമ്പുകളെ ബ്രേക്ക് ചെയ്യണം. നമ്മൾ എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റുന്ന ഒരു ഹൃദയം നമുക്ക് കിട്ടണം. അപ്പൊ ഇത് ഈ അതിരുകളെ വിസ്തൃതമാക്കണമെന്ന് പറയുമ്പോൾ എല്ലാ മേഖലകളിലും ഈ അതിരുകൾ വിസ്തൃതമാക്കപ്പെടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മൾ മാത്രമല്ല, നമ്മളിലൂടെ അനുഗ്രഹിക്കപ്പെടേണ്ട അനേക ജീവിതങ്ങളുണ്ട്. ഹല്ലേലൂയ. സർവ്വത്ത് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളെ ഇവിടെ ഇരിക്കുന്ന, ഇതിനെത്തിരിക്കുന്ന യുവജനങ്ങളൊക്കെ ഉണ്ടല്ലോ, നിങ്ങളിലൂടെ അനുഗ്രഹിക്കപ്പെടേണ്ട ആരൊക്കെ ഉണ്ടോ? നിന്നിലൂടെ മാത്രം അനുഗ്രഹിക്കപ്പെടേണ്ട ആരുണ്ട്? നിന്നിലൂടെ മാത്രം അനുഗ്രഹിക്കപ്പെടേണ്ടതുണ്ട്.
അതിനെന്ത് ചെയ്യണം? നീ ഒരു അനുഗ്രഹമായിട്ട് മാറണം. നീ ഇവിടെ നിന്ന് കുറച്ച് അനുഗ്രഹം മേടിച്ചുകൊണ്ട് പോയിട്ട് കാര്യമില്ല. ഞാനൊരു അനുഗ്രഹമായിട്ട് പോകാം. ഞാനൊരു അനുഗ്രഹമായി മാറിയാൽ തീർച്ചയായിട്ടും എന്നിലൂടെ അനേകർ അനുഗ്രഹിക്കപ്പെടും. അതിനുള്ള പ്രാർത്ഥനയാണ്. അതാ നമ്മൾ ചെയ്യുന്നുണ്ട് ഇല്ലേ? ഞാൻ എൻ്റെ മനസ്സുകൊണ്ടുള്ള എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ ഇങ്ങനെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ്, ദൈവം നീ അനുഗ്രഹമാക്കി മാറ്റുന്നതിന് നന്ദി പറയുന്നത്. കാരണം എന്താ? നമ്മളിലൂടെ അനേകർ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മൾ അനുഗ്രഹമാകാതെ എങ്ങനെ നമ്മളിലൂടെ ദൈവം മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ പറ്റും? അപ്പം അനേകർ അനുഗ്രഹിക്കപ്പെടുന്നത് കാണുമ്പോൾ, അനേകം ജീവിതങ്ങൾ, കുടുംബങ്ങൾ, യൗവനങ്ങൾ ഒക്കെ അനുഗ്രഹിക്കപ്പെടുന്നത് കാണുമ്പോൾ ദൈവത്തിന് നന്ദി പറയാം. കാരണം എന്താ? ദൈവം നീ എന്നൊരു അനുഗ്രഹമാക്കി മാറ്റുന്നതിന് എന്ന് പറയുന്നത് നമ്മളെല്ലാം അനുഗ്രഹമായിട്ട് മാറണം. അതുകൊണ്ട് യാബസ് പ്രാർത്ഥിച്ചതാ, ദൈവമേ അങ്ങനെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണം. നമുക്കൊരു ഒരുമിച്ച് ഈ പ്രാർത്ഥനയുടെ, യാബസിന്റെ പ്രാർത്ഥനയുടെ ആദ്യത്തെ വാക്യം ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ അങ്ങനെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. ദൈവമേ നീ എന്നെ ഒരനുഗ്രഹമാക്കണമേ. അങ്ങനെ എൻ്റെ അതിരുകളെ വിസ്തൃതമാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ ഉള്ള അതിരുകളല്ല, എല്ലാ അതിർവരമ്പുകളെയും നമ്മൾ ബ്രേക്ക് ചെയ്യും കർത്താവിൻ്റെ സ്നേഹത്തിൽ. ആ സ്നേഹത്തിൽ ദൈവം നമ്മളെ എങ്ങോട്ട്, എവിടെ, എങ്ങനെ, ഇതൊന്നും നമുക്കറിയില്ല. പക്ഷേ കർത്താവിൻ്റെ സ്നേഹം നമ്മളിൽ ഈ ദിവസങ്ങളിൽ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ പല മേഖലകളിലുള്ള അതിർവരമ്പുകൾ, നമ്മൾ ഇട്ടിരിക്കുന്ന ചില മേഖലകൾ, ഇന്ന വ്യക്തികളോടെ ഞാൻ ക്ഷമിക്കുള്ളൂ, ഇന്നോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റുകയില്ല, ഇന്ന വ്യക്തികളെ ഞാൻ സ്നേഹിക്കും, ഇന്നവരെ ഒന്നുമില്ല. അതിർവരമ്പുകളെല്ലാം നമ്മൾ ബ്രേക്ക് ചെയ്യും. കുരിശിൽ കടന്നിട്ട് ഈശോ സകല അതിർവരമ്പുകളും ബ്രേക്ക് ചെയ്താണ്. എല്ലാ അതിരുകളെയും കർത്താവ് തകർത്താണ്. ഒന്നുമില്ല, എല്ലാ അതിർവരമ്പുകളും കർത്താവ് തകർത്ത് കളഞ്ഞു. ഏതറ്റം വരെ എന്ന് ചോദിച്ചാൽ ഈ അറ്റം വരെ. സ്നേഹത്തിന് ലിമിറ്റഡ് ഇല്ല. ഓക്കെ, ഇത്രയും ഒരു അതിർവരമ്പ് എന്ന് പറഞ്ഞാൽ ബൗണ്ടറി. ബൗണ്ടറി, ബൗണ്ടറി. ഇവിടെ ഒരു ബൗണ്ടറി ഇല്ല. എന്തൊരു സ്നേഹിക്കണം. പത്രോസ്ലീഹ പറഞ്ഞു 70 പ്രാവശ്യം സ്നേഹിച്ചാൽ മതിയോ, അല്ലെങ്കിൽ 5 പ്രാവശ്യം 10 പ്രാവശ്യം അല്ല. ഈ അതിരുകളെ വിസ്തൃതമാക്കി. ഹല്ലേലൂയ. ഇവിടെ ഈ സ്നേഹത്തിന് അതിരുകളില്ല. നമ്മൾ പാട്ടൊക്കെ പാടില്ല, എന്നാ അതിരുകളില്ലാത്ത സ്നേഹം, അല്ലേ? കാണുന്ന ആ ബൗണ്ടറി ബ്രേക്ക് ചെയ്തു. സ്നേഹത്തിന്റെ ബൗണ്ടറി, നമ്മൾ ഇടുന്ന സ്നേഹത്തിന്റെ ബൗണ്ടറികള്, അതിരുകള് കർത്താവ് ബ്രേക്ക് ചെയ്തു, വിസ്തൃതമാക്കി. അപ്പോ ഇപ്പൊ എന്ത് ചെയ്ത്? ആ സ്നേഹത്തിലേക്ക് എനിക്കും പ്രവേശിക്കാം, നിനക്കും പ്രവേശിക്കാം, രോഗിയായ ഒരാൾക്കും പ്രവേശിക്കാം, പാപിക്കും പ്രവേശിക്കാം, വ്യഭിചാരിക്കും പ്രവേശിക്കാം, ജീവിതത്തിന്റെ ഏതറ്റം വരെ തകർന്നു പോയവനും ദൈവത്തെ ഉപേക്ഷിച്ചവനും പ്രവേശിക്കാൻ പറ്റുന്ന രീതിയിൽ കർത്താവ് സ്നേഹത്തിന്റെ അതിർവരമ്പുകളെ ബ്രേക്ക് ചെയ്തു. ആ ബൗണ്ടറി കർത്താവ് ബ്രേക്ക് ചെയ്തു. എല്ലാവർക്കും പ്രവേശിക്കാൻ പറ്റുന്ന ഇടമായി മാറി. ഹല്ലേലൂയ. ആ ക്ഷമയുടെ ബൗണ്ടറി കർത്താവ് ബ്രേക്ക് ചെയ്യും. അതുകൊണ്ട് എന്താ? കർത്താവ് എല്ലാവരോടും ക്ഷമിക്കും. നമ്മൾ ഏതറ്റം വരെ പാപം ചെയ്താലും കർത്താവ് നമ്മളോട് ക്ഷമിക്കും. കാരണം എന്താ? ആ ബൗണ്ടറി കർത്താവ് ബ്രേക്ക് ചെയ്തു. ബൗണ്ടറി ഇല്ല. ക്ഷമയുടെ കാര്യം പറയുന്നതിന് ബൗണ്ടറി ഇല്ല. ഓക്കെ, ഇവിടെയും വരെ ക്ഷമിക്കുള്ളൂ എന്ന് പറഞ്ഞൊരു ബൗണ്ടറി ഇല്ല. ദർ ഇസ് നോ ബൗണ്ടറി. ഒരു വരമ്പുകളില്ല. ആ അതിർ വരമ്പിനെയാണ് കർത്താവ് ബ്രേക്ക് ചെയ്തത്. ഏതറ്റം വരെ ക്ഷമിക്കുമെന്ന് ചോദിച്ചാൽ സ്വയം ഇല്ലാതായി അവസാനം മരണത്തിന് സ്വയം സമർപ്പിച്ച സമയം വരെ ഈശോ തന്നെ ക്ഷമിക്കാനും വിട്ടുകൊടുത്തു. അതുകൊണ്ടാണ് യാബസ് പ്രാർത്ഥിച്ചത്, കർത്താവേ എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ അതിർവരമ്പുകളെ നീ വിസ്തൃതമാക്കണമേ. നമുക്കറിയാം ഏതെല്ലാം അതിർവരമ്പുകളെ നമ്മുടെ വിസ്തൃതമാക്കാനുള്ളതല്ലേ? നമുക്കറിയാം. ആരോട് പറയണ്ട, കുമ്പസാരക്കൂട്ടി പറഞ്ഞാൽ മതി. ചില മേഖലകളൊക്കെ കുമ്പസാരക്കൂട്ടി മാത്രം പറയേണ്ട ചില മേഖലകളുണ്ടാകാം. ചില മേഖലകൾ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ, കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നും, ശരിയാണല്ലോ, ഈ വിഷയത്തിൽ ഞാൻ ഇനിയും എൻ്റെ അതിർവരമ്പുകളെ വിസ്തൃതമാക്കേണ്ടതുണ്ടല്ലോ. ഞാൻ അത്ര സ്വാർത്ഥനാണ്, സങ്കുചിതമായിട്ട് ചിന്തിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ ചിന്തകളെ പോലും കർത്താവ് ഇങ്ങനെ പറയല്ലേ, ആ ചിന്തയുടെ ഇങ്ങനെ വളരെ സങ്കുചിതവും വളരെ ചിലപ്പോൾ പൈശാചികവും മാനുഷികമായ
ചിന്താഗതികളെ പോലും കർത്താവിന്റെ സ്നേഹത്തിൽ അവൻ വിസ്തൃതമാക്കി മാറ്റും. നമ്മുടെ ചില മനോഭാവങ്ങള്, ചില ആറ്റിറ്റ്യൂഡുകള്, ചില വൈകാരിക തലങ്ങള്, ഇതെല്ലാം കർത്താവ് ഈ ദിവസങ്ങളിൽ അവന്റെ സ്നേഹത്തില് വിസ്തൃതമാക്കുന്ന ദിവസങ്ങളാണ്. അത് നമ്മൾ വളരെ സോഫ്റ്റായിട്ട്, വളരെ ശാന്തമായിട്ട് തമ്പുരാനോട് ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കേണ്ട. തമ്പുരാനെ, എന്നെ നീ അനുഗ്രഹിക്കണം, എൻ്റെ അതിർവരമ്പുകളെ നീ വിസ്തൃതമാക്കണം. എളുപ്പമല്ലേ പ്രാർത്ഥിക്കാൻ? ആണോ അല്ലേ? എളുപ്പമല്ലേ? വളരെ സിമ്പിൾ പ്രാർത്ഥനയാണ്. എളുപ്പത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്. ദൈവമേ, നീ എന്നെ അനുഗ്രഹിക്കണം, ഞാനൊരു അനുഗ്രഹമായിട്ട് മാറണം, എൻ്റെ എല്ലാ അതിരുകളെയും, എൻ്റെ അതിർവരമ്പുകളെയും നീ വിസ്തൃതമാക്കണമേ. ഹല്ലേലൂയ. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ അനുഗ്രഹം മാത്രം ചോദിക്കരുത്, അനുഗ്രഹമാകുക എന്നുള്ള ഒരാഗ്രഹം മനസ്സിലെടുക്കണം. അനുഗ്രഹം മാത്രം വായിച്ച് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കും, കർത്താവേ, എനിക്കിപ്പോൾ ജോലിയുണ്ട്, ആ ജോലിയുടെ ശമ്പളം ഇത്ര രൂപയാണ്, ആ ശമ്പളത്തിൻ്റെ അതിർവരമ്പ് നീ ഒന്ന് നീട്ടിത്തരണേ. അതുകൊണ്ട് ഇപ്പോൾ 20,000 രൂപ ശമ്പളമുണ്ട്, ധ്യാനം കഴിഞ്ഞ് പോകുമ്പോൾ അതൊരു 30,000 രൂപ വരെയെങ്കിലും. അതിനപ്പുറമാണ് ഞാൻ പറഞ്ഞത്, അതിൻ്റെ ഒരു ഹയസ്റ്റ് ആണ്, അതിർവരമ്പിൻ്റെ ഹയസ്റ്റ് ആണ്. എനിക്ക് അനുഗ്രഹം, ഞാൻ അനുഗ്രഹിക്കപ്പെടണമെന്നല്ല, ഞാൻ അനുഗ്രഹമാകണം എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഞാനൊരു അനുഗ്രഹമായിട്ട് വേണം. അപ്പോൾ അബ്രാഹത്തോട് കർത്താവ് പറഞ്ഞല്ലോ, നീ അനുഗ്രഹിക്കുന്നവരെ ഞാനും അനുഗ്രഹിക്കും. നമ്മൾ ധ്യാനം കൂടി ചെന്നിട്ട് നമ്മളൊരു അനുഗ്രഹമായില്ലെങ്കിൽ പിന്നെ എന്താ കാര്യമുള്ളത്? വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ അപ്പനും അമ്മയും ചോദിക്കുമോ, ധ്യാനം കൂടി വന്നിട്ട് നിനക്കൊന്നും ഒരു മാറ്റമില്ലല്ലോടി, നിനക്കൊന്നും ഒരു മാറ്റമില്ലല്ലോടാന്ന് പറയും. 2 ദിവസം കഴിയുമ്പോഴേ പറയാം, താണ്ടെ ധ്യാനം കൂടി വന്നിട്ട് നിന്റെ സ്വഭാവത്തിനൊന്നും ഒരു മാറ്റമില്ല. കാരണം ആ മേഖലകൾ ഇനിയും ദൈവസ്നേഹത്തിൽ വിസ്തൃതമാക്കപ്പെടാത്ത മേഖലകളില്ല. എല്ലാ മേഖലകളും യേശുവിൻ്റെ സ്നേഹത്താൽ, അവൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാൽ വിസ്തൃതമാക്കപ്പെടും. നമ്മൾ ഈ ദിവസങ്ങളിൽ അതുപോലെ ആഗ്രഹം എടുത്തും പ്രാർത്ഥിച്ചതുകൊണ്ട് ആ വിഷയത്തിൽ തന്നെ തമ്പുരാൻ എല്ലാ മേഖലകളിലും ഇല്ലേ നമ്മൾ അനുഗ്രഹമാക്കി ദൈവം മാറ്റുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ദൈവം വിസ്തൃതമാക്കും. ജോലി നോക്കിക്കോ, നിങ്ങളുടെ വരുമാന മാർഗങ്ങൾ നിങ്ങൾ നോക്കിയോ, നിങ്ങളുടെ സ്നേഹിക്കാനുള്ള നിങ്ങളുടെ കഴിവ്, ക്ഷമിക്കാനുള്ള നിങ്ങളുടെ കഴിവ്, വിശുദ്ധ ജീവിതം നയിക്കാനുള്ള നിങ്ങളുടെ കഴിവുകൾ, പ്രാർത്ഥിക്കാനുള്ള കഴിവ്, കർത്താവ് വിസ്തൃതമാക്കും. ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കൊക്കെ വരുന്ന ഒരു സഹോദരൻ, ബുധനാഴ്ചകളിൽ വരുന്ന പുള്ളിയൊക്കെ മഞ്ഞാക്കലച്ചൻ്റെ സമയത്ത്, ഇവിടുത്തെ ഈ സ്ഥാപനം ആരംഭിച്ച സമയത്ത്, മഞ്ഞാക്കലച്ചൻ്റെ സമയത്ത് ഒരു ധ്യാനത്തിന് വന്നതാണ്. 10, 28, 30 വർഷം കൊണ്ടായി. അങ്ങനെ ഒരു ധ്യാനത്തിന് വന്ന് ഇവർക്ക് ആ സമയത്ത് നന്നായിട്ട് കുടിക്കുകയോ മദ്യപാനമൊക്കെ ശീലം ഉണ്ടായിരുന്നതാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ അല്ലെങ്കിൽ കൈ വിറയ്ക്കും, ചിലർക്കൊക്കെ അങ്ങനെയാണല്ലോ, അതുപോലെ കുടിച്ചുകൊണ്ടിരുന്നതാണ്. രാവിലെ മുതൽ വൈകിട്ട് വരെ മദ്യമില്ലാതെ പോകാൻ പറ്റില്ല. ജീവിത പങ്കാളി, കുടുംബമൊക്കെ അതിൻ്റെ പേരിൽ ഒത്തിരി സങ്കടപ്പെടുകയോ വേദനിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ധ്യാനം കൂടി, വചനം കേട്ട് ആത്മാവ് പ്രവർത്തിച്ചു. മദ്യപാനം മാറിയെന്ന് മാത്രമല്ല, ആ മകൻ കുടുംബത്തിനൊരു അനുഗ്രഹമായി എന്ന് മാത്രമല്ല, കഴിഞ്ഞ 10, 26, 27 വർഷമായിട്ട് ഈ ആലയത്തിൽ വന്നിരുന്ന് ദൈവജനത്തിന് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന മുടങ്ങാതെ നടത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അനേകർക്ക് വേണ്ടി, അനേകർ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നോക്കിക്കേ, ഒരു ധ്യാനം കൂടിയപ്പോൾ, ഏതാനും ദിവസങ്ങൾ വചനം കൂടിയപ്പോൾ ആ മകന്റെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന്റെ മേഖലകളെ കർത്താവ് വിസ്തൃതമാക്കി. നോക്കിക്കേ, കുടുംബത്തിൽ മാത്രമല്ല, ഈ ആലയത്തിൽ 10-26 വർഷം എല്ലാ ആഴ്ചയിലും ഒരു ദിവസം വന്ന് ഈ ആലയത്തിൽ വന്നിരുന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തും. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ വളരെ സങ്കുചിതമായ അവസ്ഥയിൽ നിന്നും ദൈവസ്നേഹത്തിന് നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിക്കാൻ പറ്റുന്ന അനുഗ്രഹത്തിൻ്റെ, അതിൻ്റെ സമ്പന്നതയുടെ അളവെന്താണെന്ന് അറിഞ്ഞാൽ നമ്മൾ ശരിക്കും ഒന്നും ചോദിക്കുകയില്ല. ഹല്ലേലൂയ. ഒന്നും ചോദിക്കുകയില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നീ ചോദിക്കുന്നതിന് മുമ്പേ നിന്റെ ആവശ്യങ്ങൾ ദൈവത്തിനറിയാം. അപ്പൊ നമ്മൾ ശരിക്കും ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ആ സ്നേഹത്തിൽ നമ്മളെ പൂർണ്ണമായി സമർപ്പിക്കുക മാത്രം ചെയ്താൽ മതി. കാരണം ആ സ്നേഹത്തിൽ, അവന്റെ സമ്പന്നതയിൽ നമുക്ക് ആവശ്യമുള്ളതും ആവശ്യത്തിനധികവും അതിന്റെ സമ്പന്നതയിലുണ്ട്. നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല ശരിക്കും. പക്ഷെ നമ്മളെ തന്നെ ആ സ്നേഹത്തിൽ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അതിരുകളും വിസ്തൃതമാകും. സ്നേഹത്തിന്റെ, ക്ഷമയുടെ, വിശുദ്ധ ജീവിതത്തിന്റെ, പ്രാർത്ഥനാ ജീവിതത്തിന്റെ, ഭൗതിക അനുഗ്രഹങ്ങളുടെ എല്ലാ മേഖലകളും വിസ്തൃതമാകും. എല്ലാ മേഖലകളും വിസ്തൃതമാകും, തനിയെ വിസ്തൃതമായിക്കോളും. കാരണം എന്താ? ഇതെല്ലാം വിസ്തൃതമാക്കാൻ കഴിവുള്ള കർത്താവിന്റെ സ്നേഹത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ശരിക്കും പ്രാർത്ഥിക്കുകയും യാചിക്കുകയൊക്കെ ചെയ്യുന്നത്.
ഇനി യാബസ് പ്രാർത്ഥിച്ചു, ദൈവമേ അങ്ങനെ അനുഗ്രഹിക്കണമേ, എൻ്റെ അതിരുകളെ നീ വിസ്തൃതമാക്കണമേ. എന്നിട്ട് പറഞ്ഞു, അങ്ങയുടെ കരം എന്നോട് കൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. ശ്രദ്ധിക്കണേ, ഇവിടെ ഒറ്റ വിഷയം പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ നിന്റെ കരം, പത്രോസിലേക്ക് പറയും, 1 പത്രോസ് 5-ാം അധ്യായം അതിന്റെ 6 മുതലുള്ള വചനങ്ങളിൽ പറയുന്നതാണ്, ഇതാ കർത്താവിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ നീ താഴ്മയോടെ നിൽക്ക്, തക്ക സമയത്ത് കർത്താവ് നിന്നെ ഉയർത്തും, നിന്റെ ആകുലതകളെല്ലാം അവന് കൊടുക്ക്. നിന്റെ കാര്യത്തിൽ കർത്താവ് ശ്രദ്ധാലുവാണ്. അപ്പൊ ദൈവത്തിന്റെ ഒരു കരത്തിന്റെ കാര്യമാണ്, അത് ശക്തമായ കരമാണ്. അപ്പൊ വചനം പറയാണ്, കർത്താവെ അങ്ങയുടെ കരം എൻ്റെ കൂടെ ആയിരിക്കുകയും, ഈ ശക്തമായ കരം എന്നോട് കൂടെ ആയിരിക്കുകയും എല്ലാ വിപത്തുകളിൽ നിന്നും നീ എന്നെ സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, എന്താണ്? എന്നെ അനുഗ്രഹിക്കണം, പിന്നെ എൻ്റെ ശത്രുവിൽ നിന്നും എന്നെ സംരക്ഷിക്കണം. ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ അനുഗ്രഹത്തിന് പ്രവർത്തിക്കുമ്പോൾ ശത്രുവിന്റെ തീരുമാനം എന്താണെന്നറിയാമോ? ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന അനുഗ്രഹങ്ങളെ തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ് ശത്രുവിന്റെ തീരുമാനം. അതുകൊണ്ടാണ് യാബസ് അങ്ങനെ പ്രാർത്ഥിച്ചത്. യാബസ് പറഞ്ഞു, കർത്താവേ നീ എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ അതിരുകളെ വിസ്തൃതമാക്കണം, എന്നിട്ട് പറഞ്ഞു എൻ്റെ ശത്രുക്കളിൽ നിന്നും നീ എന്നെ സംരക്ഷിക്കണം. ഹല്ലേലൂയ. അപ്പൊ ശത്രു ഇതിനൊന്നും സമ്മതിക്കുകയല്ല. ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് വിചാരിച്ച പിശാച് സമ്മതിക്കുകയല്ല. നിങ്ങൾ പ്രാർത്ഥനയുടെ അതിരുകളെ വിസ്തൃതമാക്കാൻ നോക്കുമ്പോൾ, വിശുദ്ധ ജീവിതത്തിന്റെ അതിരുകളെ വിസ്തൃതമാക്കാൻ നോക്കുമ്പോൾ, നിങ്ങളുടെ സ്നേഹത്തിന്റെ അതിരുകളെ വിസ്തൃതമാക്കാൻ നോക്കുമ്പോൾ, നിങ്ങളുടെ കാരുണ്യത്തിന്റെയും ദയയുടെയും നന്മയുടെയും വിശ്വസ്തതയുടെയും ഒക്കെ അതിരുകളെ വിസ്തൃതമാക്കാൻ നോക്കുമ്പോൾ ശത്രു അതിന് സമ്മതിക്കില്ല. അവനിൽ നിന്ന് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മളിലുള്ള നന്മകള് ഇങ്ങനെ പറയല്ലേ, നഷ്ടപ്പെട്ടു പോകാൻ അധികം സമയം വേണ്ട. നമ്മുടെ ജീവിതത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെടാൻ അധികം സമയം വേണ്ട. നമ്മുടെ ആത്മീയ ജീവിതം, പ്രാർത്ഥനാ ജീവിതമൊക്കെ നഷ്ടപ്പെടാൻ അധികം സമയം വേണ്ട. ഇന്നലകളിൽ നമ്മൾ അനുഗ്രഹമായിരുന്നു, ഇന്നോ? ഹല്ലേലൂയ. ആ കഴിഞ്ഞ നാളുകളിലും കഴിഞ്ഞ വർഷങ്ങളിലും എന്നെ കുറിച്ച് പലരും പറഞ്ഞു, എന്നെ ഒരു അനുഗ്രഹമായി കണ്ടവര് ഇപ്പൊ പറയുന്നു, എന്റെ അവസ്ഥ കണ്ടില്ലേ, എന്തൊരു ശാപം കിട്ടിയ അവസ്ഥയാണ്, എന്തൊരു ദുരന്തമാ. ചിലവരൊക്കെ നോക്കി ചിലർ പറയുന്നത് കേട്ടിട്ടുള്ള എന്നൊക്കെ ജീവിതം കണ്ടവര്, എന്തൊരു ദുരന്തമാ. ഇന്നലെ അങ്ങനെ അല്ലായിരുന്നു, കഴിഞ്ഞ നാളുകളിൽ അങ്ങനെ അല്ലായിരുന്നു. നല്ലത് പറഞ്ഞിട്ടുള്ളവർ ഇന്നലകൾ, നല്ലത് പറഞ്ഞ ഇന്നലകൾ അവന്റെ ജീവിതത്തിലുണ്ട് പലരും. ചിന്നവനെ നോക്കിയിട്ട് പറയാണ്, അവളെ നോക്കിയിട്ട് എന്തൊരു ദുരന്തം അവന്റെ ജീവിതം, അവന്റെ ജീവിതം കണ്ടില്ലേ, എന്തൊരു ദുരന്തമായിട്ട് മാറി. ഹല്ലേലൂയ. ഉണ്ട്, നമ്മൾ കർത്താവിന്റെ സ്നേഹത്തിലായിരിക്കുമ്പോൾ ആ സ്നേഹത്തിൽ നമുക്ക് സുരക്ഷിതത്വം ഉണ്ട്. പക്ഷേ പിശാച് എപ്പോഴും, നമ്മുടെ ശത്രു എപ്പോഴും എങ്ങനെയെങ്കിലും ഈ അതിരുകളെ, ദൈവം നമ്മളിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ അതിരുകൾ വിസ്തൃതമാകാൻ തുടങ്ങും. അതിനെ ബ്ലോക്ക് ചെയ്യാൻ പിശാച് ശ്രമിച്ചുകൊണ്ടേയിരിക്കും ശത്രു. ഈ ദിവസങ്ങളിൽ നന്നായിട്ട് പ്രാർത്ഥിക്കണം, നന്നായിട്ട് പ്രാർത്ഥിക്കണം. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നമ്മുടെ മനസ്സിൽ വേണ്ട. നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രം. ദൈവമേ, ഇങ്ങനെ യാബസ് പറഞ്ഞതുപോലെ, യാബസ് പ്രാർത്ഥിച്ചതുപോലെ നിരന്തരം ഉള്ളുകൊണ്ടാണെങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക.